എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജനുവരി മാസത്തിൽ ഇപ്പം തേനീച്ചയുടെ ഒരവസ്ഥ എന്താണെന്നാണ് ഇന്ന് നോക്കുന്നത്. അതേപോലെ അട കട്ട് ചെയ്ത് മുകളിൽ കയറ്റുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്, സമയക്കുറവ് കൊണ്ടാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആണെന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം വളരെ സ്പീഡിലെടുത്ത വീഡിയോയും ഒക്കെ ആയതുകൊണ്ട്. അപ്പം തേനീച്ചയ്ക്ക് വളരെ നന്നായിട്ട് വളർച്ചയുണ്ട്. തേനീച്ച കൂടിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി. ബ്രൂഡ് ചേമ്പറിൽ നിന്ന് മുകളിലേക്ക് ഹണി ചേമ്പറിലേക്ക് കയറാൻ തുടങ്ങി. അപ്പം ഞാനിപ്പോൾ സെല്ലടിക്കുന്നുണ്ടോ എന്ന് നോക്കുക, കാരണം തേനീച്ചയുടെ വളർച്ച കൂടുമ്പം 6 അട കെട്ടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റാണിക്ക് മുട്ടയിടാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിലും ഈച്ചയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലക്കുറവ് കണ്ടു കഴിഞ്ഞാലും ഈച്ച ആ പുതിയ സെല്ലടിച്ച് ആ കൂട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വീക്കിലി വൺസൊക്കെ ഇതൊന്ന് തുറന്നിട്ട് സെല്ലടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആണീച്ചകൾ കൂടുതലായിട്ട് മുട്ടയിട്ട് ഉള്ള അടകളുള്ള കൂടുകളാണെങ്കിൽ സെല്ലടിച്ച് പോകാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും. അപ്പം ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കരുത് എനിക്ക് ഒത്തിരി ഇതിനെപ്പറ്റി അറിയാമെന്ന്. എനിക്കൊത്തിരി അറിയാവുന്ന ആളൊന്നുമല്ല. ഇതിനെപ്പറ്റി അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ പറഞ്ഞു തന്ന് പഠിക്കാനും ബുദ്ധിമുട്ടാണ് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ ചെയ്ത് തന്നെ ഇതിനകത്ത് നിന്ന് തേനീച്ചയെക്കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് തുറന്ന് ഒരു കൂട് തുറന്ന്, അപ്പം അതിനകത്ത് നല്ല സ്ട്രെങ്തിൽ മുകളിലേക്ക് ഈച്ച കയറുന്നുണ്ട്. മുകളിലേക്ക് ശരിക്കും നമ്മൾ ഈ ജനുവരി മാസമൊക്കെ ആകുമ്പം, അതായത് റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു തുടങ്ങുന്ന സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെത്താനെ ഈ ബ്രൂഡ് ചേമ്പറിൽ നിന്ന് മുകളിലേക്ക് ചെറുതായിട്ട് അട പണിത് തുടങ്ങും. അപ്പം ഇതിന് അത്രയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം വളരെ അടുത്താണ് എൻ്റെ കൂടുകളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഒന്നും ആയിട്ടില്ല, എന്നാലും മോശമല്ലാത്ത രീതിയിൽ വളരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കൂടിൻ്റെ മുഴുവൻ അടകളും എടുത്ത് തുറന്ന് നോക്കി, അങ്ങനെ സെല്ലടിക്കുന്നുണ്ടോ, ഏതെങ്കിലും അടകൾ, എല്ലാ അടകളും എടുത്ത് നോക്കണം. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യത്തെ 1-2 അടകൾ തുറന്ന് നോക്കിയാൽ പോരാ, ലാസ്റ്റത്തെ അടകൾ വരെ നമ്മളെടുത്ത് നോക്കണം, കാരണം എവിടെയാണ് സെല്ലടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാനത് തുറന്ന് നോക്കി, അതിനുള്ളിൽ നിന്ന് ആ കൂട്ടിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ അട, അതായത് നമ്മൾ കൂടിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1ാമത്തെ അടയാണ് നമ്മുടെ കൂട്ടിലെ ആദ്യത്തെ അട. അപ്പോൾ ആ കൂട്ടിൽ ഞാൻ ആ അട എടുത്തു. ആ അട എന്ന് പറഞ്ഞാൽ കുറച്ച് കറുത്തതായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇട്ട് നമ്മൾ പിരിച്ച കൂടാണ്. അപ്പോൾ ആ സെല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഇച്ചിരി ഒരു ഷേപ്പ്ലെസ് ഒക്കെ ആയിട്ടുണ്ട്. അത് ഇച്ചിരി പഴകിയ അട ആയതുകൊണ്ട് തന്നെ കറുത്ത നിറമുണ്ട്. പിന്നെ അത്തേൽ അധികം റാണിക്ക് മുട്ടയിടാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ അവരതിൽ പഞ്ചസാര വെള്ളം നിറച്ച് അല്ലെങ്കിൽ തേൻ കൊണ്ടുവന്ന് നിറയ്ക്കത്തേ ഉള്ളത്തേൽ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ നമുക്ക് കട്ട് ചെയ്ത് മുകളിലേക്ക് കയറ്റാം. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അടയ്ക്ക് പുക കൊടുത്തു, കാരണം ഈ സമയത്ത് ഈച്ചകൾ കുത്തുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ ചെറുതായിട്ടൊന്ന് പുക കൊടുത്തിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആ അടയെ ചെരിച്ച രീതിയിൽ കൂടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ അത്തേ റാണിയുണ്ട് എന്നുണ്ടെങ്കിലും ബാക്കി ഈച്ചകളും ഒക്കെ ചെരിച്ച് വെച്ചിട്ട് ചെറിയൊരു പുക കൊടുത്താൽ അതങ്ങ് ഇറങ്ങിപ്പിക്കോളും ആ കൂട്ടിലോട്ട് തന്നെ. അതേസമയം നമ്മളിത് കുടയുവാണെങ്കിൽ ചിലപ്പോൾ റാണി ഉണ്ടെങ്കിൽ നമുക്ക് മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെരിച്ച് വെച്ച് അതിനെ എടുത്തു. പിന്നെ ആ അടയെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി, ആ ചട്ടത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഈ വീഡിയോ അത്രയും ക്ലിയറായിട്ട് കിട്ടുന്നില്ല കേട്ടോ, ഞാൻ വേറെ ഒരു വീഡിയോയും കൂടി ഇടാം. അപ്പം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ചട്ടം നമ്മൾ ഇനി ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കണം, കാരണം 6 അട കംപ്ലീറ്റ് ആയ കൂടാണ്. അപ്പം നമ്മൾ പുതിയൊരു അട കെട്ടാനുള്ള സ്പേസ് ഈച്ചയ്ക്ക് കൂട്ടിലുണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സെല്ലടിച്ച് പിരിഞ്ഞു പോകും. അവർക്ക് സ്ഥലം ഉണ്ടാവില്ല മുട്ടയിടാനും ഇരിക്കാനും ഉള്ള സ്ഥലം. അപ്പോൾ അവരത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പം നമുക്ക് ആ ചട്ടം അവിടെ 6ാമത്തേതായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആ അടയെ എടുത്തു. ഞാൻ കട്ട് ചെയ്ത് കയറ്റുന്നത് നടുവിന്ന് കട്ട് ചെയ്യുവാണ്. അതായത് ഒരടയെ നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് 2ആയി കട്ട് ചെയ്ത് അതിനെ 2 ചട്ടത്തിൽ ഇട്ടിട്ട് ഹണി ചേമ്പർ വെച്ച് കൊടുക്കുകയാണ് ഇവ. അപ്പം ഞാൻ അതിൻ്റെ അടിയിലത്തെ ആ ഷേപ്പ്ലെസ് ആയ ആ കറുത്ത ഭാഗം മുറിച്ച് കളഞ്ഞു കേട്ടോ. വൃത്തിയായിട്ടിരിക്കുവാണെങ്കിൽ അവർക്ക്
സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈച്ചകൾക്ക് അട കെട്ടാനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ രണ്ടെണ്ണത്തിന് ഉണ്ടോ അങ്ങനെ 2 പീസായിട്ട് അതിനെ നേരെ മുറിച്ചെടുത്തു. ഇത് വളരെ ചെറുതായിട്ട് മുറിക്കുന്നവരും കോണോട് കോൺ മുറിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പം ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കംഫർട്ടബിൾ ഇങ്ങനെയാണ്. അതിനുശേഷം ആ ചട്ടത്തിനെ നേരെ പിടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച ഭാഗം ചട്ടത്തിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട്, അതായത് മുറിപാട് ചട്ടത്തിൻ്റെ അടിഭാഗത്ത് വരണം, മുറിക്കാത്ത ഭാഗം മുകളിൽ വരണം. അങ്ങനെ രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് അതിനെ നിർത്തി. ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടത് എല്ലാവരും കണ്ടല്ലോ. ഞാൻ 3 റബ്ബർ ബാൻഡാണ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കംഫർട്ടബിളായ രീതിയിലിടാം. എനിക്കിങ്ങനെ ഇടുന്നതാണ് കുറേ കൂടി കംഫർട്ടബിൾ. കാരണം അത് സ്ട്രെയിറ്റായിട്ട് മുകളിലോട്ട് കെട്ടിപ്പോയിക്കോളും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇടാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഇങ്ങനെ ആ മുറിപാട് അടിയിൽ വെച്ചിട്ട് ചട്ടം മുകളിലേക്ക് പിടിച്ച് നമ്മൾ അതിട്ടു. 3 റബ്ബർ ബാൻഡാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അട നേരെ കെട്ടിപ്പോയിക്കോളും. അപ്പോൾ അങ്ങനെ ഇട്ടു. അപ്പോൾ ഞാൻ എക്സ്ട്രാ 2 ചട്ടം കൂടെ അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഹണി ചേമ്പറിൽ. അത് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളിനി പിന്നെ ചട്ടം എടുക്കാനൊന്നും പോകണ്ടല്ലോ. നമ്മൾ ഇനി അടുത്ത ആഴ്ച വേറെ ഇനി ഇട്ട് കൊടുക്കുമ്പം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിന് 6ാമത്തെ ചട്ടം ഇട്ട് കൊടുത്ത് ഹണി ചേമ്പർ വെച്ചു. ഹണി ചേമ്പർ വെച്ചിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് കയറ്റിയ 2 അടയും ബാക്കി 2 ചട്ടവും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. അതും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വെക്കുന്നത് കേട്ടോ. പുറകിൽ നിൽക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല കുത്തുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പുറകിൽ ഈച്ചയുടെ പെട്ടിയുടെ നിൽക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെച്ചിട്ട് കൂടെ അടച്ചു വെച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.